ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൊട്ടാറ്റോ ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. നല്ല നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണിത്. അതുപോലെ തന്നെ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും എല്ലാം നല്ലത് തന്നെയാണ്. കറുപ്പിനോടൊരു ദേഷ്യമോ വെളുപ്പിനോട് കൂടുതൽ ഇഷ്ടം ഒന്നും ഉള്ളത് കൊണ്ടല്ല കേട്ടോ. നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ടിപ്പ് അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് കമൻസ് ഇങ്ങനെ ഓരോരോ നിറത്തിനെ കുറിച്ചിട്ട് എന്തിനാ അങ്ങനെ പറയുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് കാണാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിറം വെക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് അധിക പേരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണിത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇത് ഒട്ടും മടി കൂടാതെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഒരാഴ്ചത്തിനെല്ലാം യൂസ് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ആർക്കും മടി കൂടാണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അതൊരു മീഡിയം സൈസ് ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ പീസസ് ആയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറ് വൃത്തിയായി കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളകെല്ലാം പൊടിച്ച മിക്സി ആണെങ്കിൽ ഇപ്പോൾ ഈ ക്രീം ഉണ്ടാക്കുന്നേരം അത് ചിലപ്പോൾ എരിഞ്ഞെന്നെല്ലാം വരും. അപ്പോൾ അതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനി ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ എന്നല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ക്രീമെല്ലാം ഉണ്ടാക്കുന്നേരം നമ്മൾ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന യൂസ് ചെയ്യേണ്ട കേട്ടോ. പഴയ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാല് പശുവിൻ പാല് ആണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു 1/2 കപ്പോളം പാല് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിന് പകരം തേങ്ങാപ്പാൽ യൂസ് ചെയ്യാവോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പാലിന് ഇപ്പോൾ ഈ ഒരു ക്രീമിൽ നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യരുത്, പാല് തന്നെ വേണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതായത് ഒരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റെപ്പ് തീർന്നിട്ടില്ല കേട്ടോ. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തിക്കില്ല ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നവർ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും കേട്ടോ. അതായത് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യുക. അധികം കൂടുതൽ കട്ടിയായി പോകാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം ഏകദേശം ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. ആ ഒരു രൂപത്തിൽ നിങ്ങളിത് തയ്യാറാക്കിയെടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിത് ഒരാഴ്ചത്തേക്കെല്ലാം തയ്യാറാക്കിയാൽ മതി കേട്ടോ. ഒരുപാട് ദിവസത്തേക്കുള്ളത് തയ്യാറാക്കി വെക്കണ്ട. കാരണം ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വീണ്ടും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി മതിയല്ലോ. സമയമുള്ള സമയത്ത് ഒന്ന് ഉണ്ടാക്കിയാൽ മതി. ഇത് കണ്ടോ, ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. ഇനി കൂടുതൽ നേരം നമ്മൾ വെക്കുക എന്നാണെങ്കിൽ ഇത് വല്ലാണ്ട് അങ്ങ് ടൈറ്റായി പോവും. അത്രയ്ക്ക് അങ്ങ് ടൈറ്റ് ആവരുത്. ഇതാ ഈ ഒരു പരുവം, ഇത് ഇങ്ങനെ തിള പൊട്ടി വരുന്ന ആ ഒരു സമയമില്ലേ, ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ട് ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. നല്ല ചൂടിലിട്ട് കൊടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടിൽ ചെയ്യരുത് കേട്ടോ, ചൂടാറണം. അപ്പോൾ ഇത് നമ്മൾ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ഒരു ചെറിയൊരു കഷ്ണങ്ങളും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊരു തുണിയിൽ പിന്നെ ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു നീര് മാത്രമായിട്ട് കിട്ടും. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങളൊരു അരിപ്പയിൽ കൂടെ നല്ല അടുപ്പിച്ചുള്ള അരിപ്പ ഉണ്ടല്ലോ, അതിൽ കൂടെ ഇങ്ങനെ ഒന്ന് പിന്നെ അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ അലോവേര ജെല്ലാണ്. നിങ്ങൾ വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ അതൊരിക്കലും നിങ്ങൾ പുറത്ത് വെക്കരുത് കേട്ടോ. അത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് സൂക്ഷിക്കണം, എല്ലാം പെട്ടെന്ന് കേട് വന്നു. അപ്പോൾ ഞാനിത് പുറത്തുനിന്ന് വാങ്ങിയ 1 ടീസ്പൂണ് അലോവേര ജെല്ലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അലോവേര ജെല്ല് നമ്മുടെ ഈ പൊട്ടാറ്റോ ജ്യൂസിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. കുറച്ച് നേരം ഇളക്കിയാൽ മാത്രമാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി നന്നായിട്ട് തന്നെ അത് എല്ലാം കൂടിയിട്ട് പിന്നെ മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ചെറുങ്ങനെ ഒന്ന് കട്ടിയായിട്ട് വരും. അതായത് നമ്മൾ ഏകദേശം ഒരു ചെറിയൊരു ലിക്വിഡെല്ലാം ഉണ്ടല്ലോ, നമ്മൾ പാത്രമെല്ലാം കഴുകുന്ന ലിക്വിഡെല്ലാം, അതിൻ്റെ എല്ലാം ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും.
അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ കണ്ടെയ്നറിൽ ഒരിക്കലും വെള്ളമൊന്നും ഉണ്ടാവരുത്, നല്ല തുടച്ച് ഡ്രൈ ആക്കിയ കണ്ടെയ്നർ ആയിരിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നാണെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇട്ട് കൊടുക്കുക. ലോക്കൽ ബോട്ടിൽ ഇട്ട് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് കേട് വന്നു പോകും. അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുഖത്തും കൈകളിലും കാലുകളിലും എല്ലാം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഒരു നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും കൂടി നല്ലോണം മസാജ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങളിത് വെക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നല്ല കട്ടിക്ക് തേച്ച് പിടിപ്പിക്കണം. ഒറ്റ കോട്ടല്ല, 2 കോട്ടായിട്ട് നിങ്ങളിത് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഡ്രൈ ആയി എന്ന് കാണുന്ന സമയത്ത് അതിൻ്റെ മേലെ വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ നിങ്ങളിത് ഫേസിൽ വെക്കണം. അതിന് ശേഷമാണ് നിങ്ങളിത് കഴുകി കളയേണ്ടത്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് ഇത് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രമേ നിങ്ങളിത് യൂസ് ചെയ്യേണ്ടൂ. ഇത് ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. ഇനി നമ്മുടെ കൈ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് യൂസ് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അത് കാണുമ്പോൾ തന്നെ നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഡ്രൈ ആയപ്പോൾ ഇത് ശരിക്കും ഒരു വലിഞ്ഞ് പിടിച്ചൊരു ചുരുണ്ട് നിന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് നമ്മളെ സ്കിന്നങ്ങ് അബ്സോർബ് ചെയ്ത് പോകും. ഇനി ഞാൻ ഇതൊന്ന് കഴുകി എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ സാധാ പൈപ്പ് വാട്ടറിലാണ് ഞാൻ കഴുകിയെടുത്തത്. അതിനുശേഷം നമ്മളങ്ങ് തുടച്ചാളിയുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഫേസിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും മോയ്സ്ചറൈസർ ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതൊന്നും ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളെ സ്കിന്ന് ഡ്രൈ ആയി പോവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും കറുത്ത പാടും കരിവാളിപ്പം എല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ക്രീമാണിത്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.